ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് വിവാദത്തിലായ ഈ വർഷത്തെ നീറ്റ് UG പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള വിവിധ ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇന്ന് പരിഗണിച്ചത്. ചോദ്യപേപ്പർ ചോർന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണെന്ന് ചീഫ് ജസ്റ്റിസിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് നിരീക്ഷിച്ചത്. ചോദ്യപേപ്പർ ചോർച്ച പരീക്ഷയുടെ പരിശുദ്ധിയെ ബാധിച്ചു. എന്നാൽ ചോദ്യപേപ്പർ ചോർച്ചയുടെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് തങ്ങൾക്കിപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി കഴിയില്ല. അത് മനസ്സിലാക്കിയാൽ മാത്രമേ പുനഃപരിശോധന നടത്തണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ചോദ്യപേപ്പർ വ്യാപകമായ തോതിൽ ചോർന്നിട്ടുണ്ടോ എങ്കിൽ പരീക്ഷ റദ്ദാക്കി പുനഃപരിശോധനയ്ക്ക് ഉത്തരവിടേണ്ടി വരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. 23 ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ സുപ്രീം കോടതിക്ക് തികഞ്ഞ ജാഗ്രതയോടുകൂടി മാത്രമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നാണ് ചീഫ് ജസ്റ്റിസ് ഇന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായതെന്നാണ് കേന്ദ്ര സർക്കാരും NTAയും ഇന്ന് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയത്. തുടർന്നാണ് വരുന്ന ബുധനാഴ്ചയ്ക്കകം ഈ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ചുള്ള ഈ അന്വേഷണ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി സുപ്രീം കോടതി CBIക്ക് നിർദ്ദേശം നൽകിയത്. എങ്ങനെ ചോർന്നു, എവിടെ വെച്ച് ചോർന്നു, എത്രത്തോളം ചോർന്നു, അതിൻ്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് സുപ്രീം കോടതിയെ NTAയും CBIയും അറിയിക്കേണ്ടത്. വ്യാഴാഴ്ച ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് നിർണായക ഉത്തരവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.